അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ 2025 നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ദുറൂസുൽ ഇസ്ലാം 1 എന്ന് പറയാൻ കാരണം ദുറൂസുൽ ഇസ്ലാമിനെ ആദ്യത്തെ 10 പാഠം ഒരു പരീക്ഷയും രണ്ടാമത്തെ 10 പാഠം 11 പാഠം മുതൽ 20 പാഠം വരെയുള്ള പാഠങ്ങൾ മറ്റൊരു പരീക്ഷയുമായിട്ടാണ് നടക്കുക. അതാണ് ദുറൂസ് 1 എന്ന് പറയുന്നത്. അപ്പോൾ ആ ദുറൂസ് 1 മുതൽ 10 വരെയുള്ള പാഠങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. 1 ഖിയാമത്ത് നാൾ വരെ സുരക്ഷിതമായി നിലനിൽക്കുന്ന കിതാബ് ഏതാണത്? ആൻസർ ഖുർആൻ. 2 മക്കയിലെ കാബ ഷരീഫ് ആദ്യം നിർമ്മിച്ചത് ആദ്യമായിട്ട് കാബ നിർമ്മിച്ചത്? ആൻസർ മലക്കുകൾ. 3 സംസം ഉറവ പൊട്ടിയ സ്ഥലം എവിടെ നിന്നാണ് സംസം ഉറവ പൊട്ടിയത്? ആൻസർ മക്കയിൽ. ഇറാഖ് ഷാമിൽ എന്നൊക്കെ കൊടുത്തത്. അപ്പോൾ മക്കയിലാണ് സംസം ഉറവ പൊട്ടിയത്. 4 ഈ ലൈറ്റ് തെളിഞ്ഞാൽ ട്രാഫിക് ജംഗ്ഷനിൽ വണ്ടി മുന്നോട്ടെടുക്കണം. ഈ ലൈറ്റ് തെളിഞ്ഞാൽ ട്രാഫിക് ജംഗ്ഷനിൽ വണ്ടി എന്തെങ്കിലും മുന്നോട്ടെടുക്കണം. അത് ഏത് ലൈറ്റ് തെളിഞ്ഞാലാ? ആൻസർ പച്ച. 5 മുഅവ്വിദത്തൈനിയിൽ പെട്ട ഒരു സൂറത്താണ്. മുഅവ്വിദത്തൈനി നമ്മൾ ഉറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകൾ പറഞ്ഞു കൊടുത്താണ് ഈ സൂറത്ത് മുഅവ്വിദത്തൈനി പറഞ്ഞത്. ആ മുഅവ്വിദത്തൈനിൽ 2 സൂറത്തുണ്ട്. അതിൽ ഒന്നേതാണ്? സൂറത്തുൽ ഫലഖാണ്, സൂറത്തുൽ നാസാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് സൂറത്തുൽ ഫലഖ്. ഇനി 6 നാം പഠിക്കൽ നിർബന്ധമുള്ള മലക്കുകളുടെ എണ്ണം. എത്ര മലക്കുകളുടെ പേര് പഠിക്കലാണ് നമുക്ക് നിർബന്ധമുള്ളത്? ആൻസർ 10. 7 ആത്തിനി റുഷിദം വക്കറമൻ യാ മുജീബ. അതിൻ്റെ ശേഷം എന്താ? യാ മുജീബ ദഅവാത്തി അല്ലേ? ആത്തിനി റുഷിദം വക്കറമൻ യാ മുജീബ ദഅവാത്തി. 8 സുമയ്യ ഫരീദയോട് ചോദിച്ചു. സുമയ്യ ഫരീദയോട് ചോദിച്ചു. എന്താ ചോദിച്ചേ? കൈഫ ഹാലുക്കി, മസ്മൂക്ക കൈഫ ഹാലുക്ക. ഇത് രണ്ടും ആണിനോട് ചോദിക്കുന്നതാണ്. പെണ്ണിനോട് ചോദിക്കുമ്പോൾ കൈഫ ഹാലുക്കി, ഇവിടെ കീ എന്നാണ് ചോദിച്ചത് അല്ലേ? ഫരീദ സുമയ്യ ഫരീദനോടല്ലേ ചോദിച്ചത്. അപ്പോൾ പെണ്ണിനോടാണ് ചോദിക്കണം. അപ്പോൾ അങ്ങനെ ഇതും കൈഫ ഹാലുക്കി. ഇത് കൈഫ ഹാലുക്ക എന്നുള്ള ആണിനോടുള്ള ചോദ്യമാണ്. അത് ഹാലുക്ക എന്നാണ് പറഞ്ഞത്, ഇവിടെ കീ എന്നും പറഞ്ഞു. ഓക്കെ, അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി 9 തുമ്മിയവൻ അള്ളാഹുവിനെ സ്തുതിച്ചാൽ കേട്ടവർ പറയണം. തുമ്മിയൻ അള്ളാഹുവിനെ സ്തുതിച്ചാൽ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ പറഞ്ഞാൽ കേട്ടവരെന്താ പറയേണ്ടത്? ആൻസർ യർഹമുക്കല്ലാ. എന്താ പറയണ്ടത്? യർഹമുക്കല്ലാ എന്ന് പറയണം. 10 തേനീച്ചകളെക്കുറിച്ച് പറഞ്ഞ സൂറത്താണ്. തേനീച്ചകളെക്കുറിച്ച് പറഞ്ഞ സൂറത്ത് ഏതാണ്? ആൻസർ സൂറത്തുൻ നഹ്ൽ. 1-ാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ് സൂറത്തുൻ നഹ്ൽ. അടുത്തത് ചേരുംപടി ചേർക്കുക. എന്താണ്? 11 കാബ ഷരീഫ് പുനർനിർമ്മിച്ച നബി. ആരാ കാബ ഷരീഫ് പുനർനിർമ്മിച്ചത്? ആൻസർ ഈ ആണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 12 ഇഞ്ചീൽ നൽകപ്പെട്ട നബി. ഏത് നബിക്കാണ് ഇഞ്ചീൽ ലഭിച്ചത്? ആൻസർ സി ആണ്, ഈസാ നബി അലൈഹിസ്സലാം. 13 30 ഏടുകൾ നൽകപ്പെട്ട നബി. 30 ഏടുകൾ നൽകപ്പെട്ട നബി ഏതാ? ആൻസർ എ ഇദ്രീസ് നബി അലൈഹിസ്സലാം. 14 പരിശുദ്ധ ഖുർആൻ നൽകപ്പെട്ട നബി. അതാരാ? ആൻസർ ബി ആണ്, നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 15 മലക്കുകൾക്ക് സലാം പറഞ്ഞ നബി. ആരാണ് മലക്കുകൾക്ക് സലാം പറഞ്ഞ നബി? ഏതാ? ആൻസർ ഡി ആദൻ നബി അലൈഹിസ്സലാം. അതാണ് ആദൻ നബി അലൈഹിസ്സലാം. ഇനി അടുത്ത് പൂരിപ്പിക്കുക. 16 ജസീറത്തുൽ അറബ് ഡാഷ് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഏഷ്യ വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 17 ഉറങ്ങുമ്പോൾ ഡാഷിന് താഴെ കൈവച്ച് കിടക്കണം. എന്തിന് താഴെയാണ്? കവിളിനു താഴെ കൈവച്ച് കിടക്കണം. 18 മലക്കുകളെ അല്ലാഹു തആല ഡാഷ് കൊണ്ടാണ് സൃഷ്ടിച്ചത്. എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത്? പ്രകാശം കൊണ്ടാണ് സൃഷ്ടിച്ചത്. 19 ആത്തിനി ഡാഷ് എനിക്ക് അറിവ് നൽകണമേ. അതിനർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്, എനിക്ക് അറിവ് നൽകണമേ. അപ്പോൾ എങ്ങനെ എഴുതണം? ആത്തിനി ഇൽമൻ, എനിക്ക് അറിവ് നൽകണമേ. 20 വായിൽ ഭക്ഷണമുള്ളവരോട് ഡാഷ് പറയൽ സുന്നത്തില്ല. എന്ത് പറയൽ സുന്നത്തില്ല? സലാം പറയൽ സുന്നത്തില്ല. ഒറ്റവാക്കിൽ ഉത്തരമെഴുതുക. 21 അല്ലാഹു തആല പറഞ്ഞു അതിൽ ജനങ്ങൾക്ക് ശമനമുണ്ട്. ഏതിലാണ്? അതിൽ ജനങ്ങൾക്ക് ശമനമുണ്ട്. ഏതിലാണ്? തേനിലാണ്. തേനിനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാഹു തആല പറഞ്ഞു എന്നാട്ടോ. സംസം വെള്ളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ അല്ലാഹു തആല പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞത് അല്ലാഹു തആല പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഏതിനെക്കുറിച്ചാണ്? 1-ാമത്തെ പാഠത്തിൽ തേനീച്ചയുള്ള തേനിനെ കുറിച്ചാണ് പറഞ്ഞത്. 22 ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ തലയിൽ ധരിക്കണം. എന്ത്? ആൻസർ ഹെൽമറ്റ്. 23 പരിശുദ്ധ ഖുർആനിനു പറയുന്ന മറ്റൊരു പേരെന്ത്? ആൻസർ അൽ ഫുർഖാനുൽ അദീം. 24 നബിമാരുടെ സ്വപ്നം എന്തിൻ്റെ ഭാഗമാണ്? ആൻസർ വഹീൻ്റെ ഭാഗമാണ്.
25 അറബിയിൽ എഴുതുക. അവളുടെ പേരെന്ത്? അവളുടെ പേരെന്ത്? മസ്മുഹ. അതാണ് അറബിയിൽ എഴുതേണ്ടത്. എന്താണ്? മസ്മുഹ, അവളുടെ പേരെന്ത്. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 26 ആരാണ് ഖുറൈശികൾ? ആൻസർ ഫിഹ്റു ബിൻ മാലിക്കിൻ്റെ പിന്മുറക്കാർ. ആരാണ്? ഫിഹ്റു ബിൻ മാലിക്കിൻ്റെ പിന്മുറക്കാരാണ് ഖുറൈശികൾ. 27 ഇശാ നിസ്കാര ശേഷം ചെയ്യൽ കറാഹത്തുള്ള കാര്യങ്ങൾ എന്തെല്ലാം? ഇശാ നിസ്കാര ശേഷം ചെയ്യൽ കറാഹത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ മൊബൈൽ ഫോൺ, TV, അനാവശ്യ സംസാരങ്ങൾ. അതൊക്കെ എന്താണ്? കറാഹത്താണ്. 28 5 മലക്കുകളുടെ പേര് എഴുതുക. 10 മലക്കുകളുടെ പേര് പഠിക്കൽ നമുക്ക് നിർബന്ധമല്ല. അതിൽ 5 മലക്ക്: ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം, മുൻകർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം, മാലിക് അലൈഹിസ്സലാം, റിദ്വാൻ അലൈഹിസ്സലാം. ഏതെങ്കിലും 10 മലക്കുകളിൽ നിന്ന് 5 മലക്കുകളുടെ പേര് അവിടെ എഴുതി കൊടുക്കുക. 29 എന്താണ് സഫാ മർവ? ആൻസർ കഅബ ഷരീഫക്കടുത്തുള്ള 2 മലകൾ. എന്താണ് സഫാ മർവ എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ കഅബ ഷരീഫക്കടുത്തുള്ള 2 മലകളാണ് സഫാ മർവ. ഇത് തദ്രീബാത്തിൽ നോക്കിയാലാണ് ഈ ആൻസർ കാണുക. 30 മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകളിൽ 2 എണ്ണം എഴുതുക. മുസ്ലിങ്ങൾ തമ്മിൽ 6 കടമകളുണ്ട് പറഞ്ഞില്ല. കണ്ടുമുട്ടിയാൽ സലാം പറയുക, രോഗിയായാൽ സന്ദർശിക്കുക, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 എണ്ണം എഴുതിയാൽ മതി. ഇനി 31 നാം ചെയ്യുന്ന 5 ആരാധനകൾ എഴുതുക. ഏതൊക്കെയാണത്? നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഉംറ, ദിക്ർ. 32 വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഏത്? ഏതാ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 33 അൻഖിദന്നി മിൻ ജഹന്നം. എന്താണ് സാരം? ഇതിൻ്റെ അർത്ഥം എന്താണ്? നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലോണം പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാകട്ടെ. നല്ല ഓർമ്മ ശക്തി അല്ലാഹു തആല നൽകുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഈ PDF വേണ്ടവർ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDF ആകേണ്ടവർ കമൻറ്റ് ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാകും. അതുപയോഗിച്ച് അതിൽ ജോയിൻ ചെയ്യുക. ഇൻഷാ അല്ലാഹ് PDF അവിടെ ലഭിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.